ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, റവ കേസരി. വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള റവ കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേസരി ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കേസരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാൻ ആദ്യം ഇവിടെ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കാഷ്യൂനട്ട് ഇടാം. കാഷ്യൂനട്ട് ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്കും ഇതിലേക്ക് കിസ്മിസ് കൂടി നമ്മൾക്ക് ചേർക്കാം. ഇപ്പോ കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് നമ്മൾക്ക് റവ ഒന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് റവ നന്നായി ഒന്ന് വറുത്തെടുക്കാം. റവയുടെ കളർ ചേഞ്ച് ആവരുത്. റവ ഇപ്പോ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കോരി മാറ്റാം. ഇനി നമ്മൾക്ക് ചൂടായ ഒരു പാനിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇപ്പോ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നെയ്യിൽ വറുത്തെടുത്ത 1 കപ്പ് റവ ഇതിലേക്ക് ചേർക്കാം. കട്ട കെട്ടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോ വെള്ളമെല്ലാം നന്നായി റവയിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. റവയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. റവ കേസരിക്ക് കുറച്ചധികം നെയ്യ് നമ്മൾ ചേർക്കണം, എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരി കിട്ടുള്ളൂ. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് പഞ്ചസാര കൂടി ചേർക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോ പഞ്ചസാരയെല്ലാം അലിഞ്ഞ് നല്ല ലൂസായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർക്കാം. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോ പഞ്ചസാരയെല്ലാം റവയുമായി നന്നായി യോജിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും കൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ പാനിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേസരിയുടെ ഒരു പാകം. റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒന്ന് 2 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.